മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനു മുന്നോടിയായി അദ്ദേഹം ഗംഗാ നദീതീരത്തെത്തി ഗംഗയിൽ പൂജ സമർപ്പിച്ചിരുന്നു. ആ പൂജയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം ബിജെപിയിലെ പ്രമുഖ നേതാക്കന്മാർക്കൊപ്പം പത്രിക സമർപ്പണത്തിനായി എത്തിയിരുന്നു. എം.ജി. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഇപ്പോഴത്തെ പുതിയ വിവരം? അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പത്രിക സമർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അദ്ദേഹം 11:35 കൂടി DM ഓഫീസിലേക്ക് എത്തി. കാൽനടയായി അദ്ദേഹത്തോടൊപ്പം മറ്റ് നേതാക്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പത്രികാ സമർപ്പണത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് എന്നാണ് കരുതുന്നത്. അവർ നേരത്തെ തന്നെ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. നേരത്തെ ഈ വാരണാസിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയ റോഡ് ഷോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം നടത്തിയിരുന്നു. വലിയ ജനാവലി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം BLW ഗസ്റ്റ് ഹൗസിൽ നിന്ന് രാവിലെ അദ്ദേഹം ഈ ഒരു പ്രത്യേക പൂജയ്ക്കായി കാലഭൈരവ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുകയും ഒപ്പം തന്നെ ആരതിയൊക്കെ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ ഗസ്റ്റ് ഹൗസിൽ എത്തിയതിനു ശേഷം വലിയ ശക്തി പ്രകടനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തകരുടെ അഭിവാദ്യത്തോടു കൂടി ഇരു കൈയിലും അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ കടന്നു വരുന്ന ഇരു സൈഡുകളിലും വലിയ ജനാവലി തന്നെയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം DM ഓഫീസിലേക്ക് എത്തി. അതിന്റെ നേരത്തെ ഈ ഒരു തന്ത്രി, അതായത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ച് അതിന് മുഹൂർത്തം കുറിച്ച് നൽകിയ തന്ത്രിയാണ് അദ്ദേഹത്തിനും ഈ ഒരു പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയം കുറിച്ച് നൽകിയത്. 11:40 ശേഷം പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം DM ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നോടൊപ്പം കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ഒരു 400ലേക്ക് എത്തുക എന്നുള്ളത് അത് BJP സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ 400 സീറ്റിന് മുകളിലേക്ക് 103 എന്നാണ് അവർ കണക്ക് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യ 3 ഘട്ടങ്ങളിലെ ആ ഒരു പോളിംഗ് ശതമാനം അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് BJP തന്നെയായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ആ ഒരു അവകാശവാദവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വരികയാണ്. അതിനുള്ള കണക്കുകൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം കണക്കുകൾ പറഞ്ഞത്. അതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനമുണ്ട്, ആന്ധ്രാപ്രദേശിലടക്കമുള്ള ഈ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഈ ഒരു 400 മുകളിലേക്ക് എത്താൻ BJPക്ക് സാധിക്കൂ. പക്ഷേ അതിനുവേണ്ടി ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് പ്രചാരണത്തിനായി എത്താൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രചാരണമൊക്കെ വോട്ടാക്കി മാറ്റാനും ഒപ്പം തന്നെ ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് കരുതുന്നു. മിഥുനെ, ഈ 400 സീറ്റ് എന്നതിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ കിരണിലേക്ക് വരാം. ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സന്യാസി വര്യന്മാർ കൂടിയാണ് അദ്ദേഹം ഈ ഒരു വരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്.